എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടുത്തെ നാട്ടുകാരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നത്, സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്നതിന് ആയത്തോതി പറ്റിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ നാട്ടില് ഒരു പെണ്ണ്, ആ തള്ളക്ക് ആകെ ഒരു ആൺകുട്ടിയുണ്ട്. ഈ ആൺകുട്ടി BA ഒക്കെ പഠിച്ച് പാസ്സായപ്പോ തള്ള വിചാരിച്ച് പഠിച്ചോൻ എന്റെ കുട്ടിനെ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാലോ. ഒരു ദിവസം തള്ള കുടിയേക്ക് എന്ന് നോക്കുമ്പോ ഈ ചെറുക്കം പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് കത്തം വേണമെങ്കിൽ നിങ്ങൾ ഓതി തീർത്തോളി, നിങ്ങൾക്ക് യാസീൻ വേണമെങ്കിൽ നിങ്ങൾ ഓതി തീർത്തോളി, നിങ്ങൾ മരിച്ചാൽ ഞാൻ കത്തോ ഓതൂല യാസീനും ഓതൂല. പുന്നാരം മനെ, എന്തേ ഉമ്മാന്റെ കുട്ടി അങ്ങനെ പറയണത്? അത് മൗലവി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മരിച്ചിട്ട് ഞാൻ ഓതിയാ യാതൊരു കൂലി നിങ്ങൾക്ക് കിട്ടൂല. മൗലവി പറഞ്ഞാൽ പോരല്ലോ, അത് ആലിമീങ്ങൾ പറയണ്ടേ? അത് ഖുർആനിൽ അങ്ങനെയാണുള്ളത്. ഉമ്മ എന്നാ ഞാൻ മൗലവി പറഞ്ഞ ആയത്തൊന്ന് എഴുതി കാട്ടിക്കാം, ഞാനത് ഉസ്താദന്മാരോടാണെന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒരു ദിവസം തറവാട് വരിയിൽ ഉമ്മാരിലെത്തി എന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ വാതിക്ക് അങ്ങനെ കാത്തിട്ടെ. ചെന്ന് നോക്കുമ്പോ ഉമ്മ അറിഞ്ഞോട് ഇത് അവൻ രണ്ടോട്ടായതോടെ വരുന്നവനെ എന്താ അതിന് പറയാനുള്ള ഒന്ന് കേട്ടു നോക്കിയാറും. അല്ലേ അമ്മായി എന്ന് ചോദിച്ചാ, മനെ നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ കടിയമസാത്തിയാണെന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ അതിന് എന്തേന്ന് ചോദിച്ചു. എനിക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ, ഇങ്ങനെ ഞാൻ മരിച്ചാൽ യാസീൻ ഓതൂല എന്നാ പറയണത്, അതിനൊരു ആയത്തും ഉണ്ടല്ലോ, നോക്കട്ടെ ആയത്തും ഉണ്ട്. അപ്പൊ ആയത്ത് നമുക്കൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി ആയത്ത്? ഓരോരുത്തർ അധ്വാനിച്ചതേ ഓരോരുത്തർക്ക് കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഇനി നേരെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ആയത്ത് കണ്ടു നോക്കുമ്പോ ഇപ്പൊ ഈ വയസ്സായ അമ്മായിനോട് ഇപ്പൊ നമ്മളിഞ്ഞ കുർത്തുബീൽ അങ്ങനെ ഉണ്ട്, മറ്റേ റാസിയിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ അള്ളക്കൻ്റെ കുർത്തുബീൽ. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു, അമ്മായി ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് വെച്ചുതരാം, അത് നിങ്ങൾ ചെറുക്കന് പോയി പറഞ്ഞു കൊടുത്താൽ മതിയാ. ഞാൻ എന്താ മനയെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പാർക്കാൻ പെരണ്ടോ ചോദിച്ചു. ആ പെരണ്ട്. സ്ഥലമുണ്ടോ ചോദിച്ചിട്ടുണ്ട്. എത്ര ഉണ്ട് ചോദിച്ചു. 1 ഏക്കറയും 10 സെന്റും അതിൽ പെരിയുണ്ട്. എന്റെ ആധാരം അടിയാധാരക്കാരത്തെ വെച്ചാൽ ഒക്കെ തന്നെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ആധാരം അടിയാധാരം അതൊക്കെ എടുത്തിട്ടാണ് പള്ളിക്കൊക്കെ കൊണ്ടേ കൊടുത്തത്. നിങ്ങളെ ആ 1 ഏക്കറയും 10 സെന്റും പള്ളിക്കൊക്കെയാണ് വഖഫ് ചെയ്തത്. കാരണം നിങ്ങൾ അധ്വാനിച്ചത് നിങ്ങളെ കവറിലൊക്കെ ഉണ്ടാവുള്ളൂ. ചെറുക്കൻ കോളേജും വിട്ട് വന്നപ്പോണ്ട് തള്ള ആധാരമൊക്കെ ആയിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ പോണു. എവിടുക്കമ്മ നിങ്ങൾ പോണു ചോദിച്ചു. ഞാൻ പള്ളിക്കൊക്കെ പോകാണ്ടിയാണ്. എന്തേന്ന് ചോദിച്ചു. ഞാൻ നമ്മളെ കുടിയും പേരെയൊക്കെ പള്ളിക്കൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. എന്തിനേമ്മ ചോദിച്ചു. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസാ. ഉമ്മ നിങ്ങൾ പോകല്ലേ? അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസാ. ഞാൻ പോകാണ്, ഞാൻ അധ്വാനിച്ചതേ എനിക്കുണ്ടാവുള്ളൂ. അല്ലമ്മ ഞാൻ ഒന്ന് പറയട്ടെ. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസാ. ഞാൻ പള്ളിക്കൊക്കെ പോകാണ്, ഈ ആധാരം ഇതൊക്കെ അവിടെ കൊണ്ടേ കൊടുക്കട്ടെ. അച്ഛൻ മരിച്ചു വേണ്ട കുട്ടിയെ ജോ യാസീൻ ഓതൂല, എന്റെ യാസീൻ എനിക്കും വേണ്ട, അഞ്ച സ്വത്ത എനിക്കും വേണ്ട. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസാ. എന്റെ കത്ത എനിക്കും വേണ്ട, അഞ്ച സ്വത്ത എനിക്കും വേണ്ട. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസാ. സുബ്ഹാനല്ലാഹ്. പള്ളി മുതൽ പെര വരെ അല്ലൈസലിൽ ഇൻസാൻ കൊണ്ട് എന്തോ ഒരു കളിയാ നിങ്ങൾ. പിറ്റേത്ത ആഴ്ച ഞാൻ പെരയിൽ ചെന്ന് നോക്കുമ്പോണ്ട് വല്യമ്മ വാതിക്കെ തന്നെ പിന്നെ എന്തേ അബ്ബായി ചോദിച്ചു. ഞാൻ ഇതിലൊന്നും നിൽക്കണല്ലോ അല്ല കുട്ടിയാ. നിൽക്കൂല. അല്ലൈസലിൽ ഇൻസാൻ യാസീന് മാത്രമാകുമ്പോഴാണ് ഈ നിൽക്കല്. അത് ഇവിടുന്ന് അങ്ങോട്ടും കിട്ടൂല. നിങ്ങളെന്താ വിചാരിച്ച ആയത്തിനൊക്കെ ഒരർത്ഥം മാത്രമേ ഉള്ളൂ? എന്ത് ജാതി അർത്ഥമുണ്ട്? അല്ലൈസലിൽ ഇൻസാനിയാട് ഓർക്കുമ്പോ എന്താണ്? എന്റെ യാസി എനിക്കും വേണ്ട, എന്റെ സ്വത്തോട്ട് എനിക്കും വേണ്ട. അവനാ അധ്വാനിച്ചത് അവനാൻ ഉണ്ടാവുള്ളൂ. ഞാൻ അധ്വാനിച്ച് കിട്ടിയ സ്വത്ത് എന്റെ കവറിലേക്ക് ഞാൻ വഖഫ് ചെയ്യാണ്. ഇപ്പൊ നോക്കുമ്പോ ആവി നിൽക്കണില്ലോ. നോക്കിങ്ങൾ ഞാൻ എന്റെ പ്രിയ